ഹായ് ഗായ്സ്, അതിലാണ് സൈഡ് ഹസ്ലർ. നിങ്ങൾ കണ്ടന്റ് മാർക്കറ്റിങ്ങോ ഡിജിറ്റൽ മാർക്കറ്റിങ്ങോ പഠിച്ചിട്ടുള്ള ആൾക്കാരാണോ, അല്ലെങ്കിൽ അതിൽ എക്സ്പീരിയൻസ് ഉണ്ടോ? അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ വീട്ടിലിരുന്ന് മാസം നല്ലൊരു എമൗണ്ട് ശമ്പളം മേടിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് റിമോട്ട് വർക്കാണ്. കൺവേർഷൻ റേറ്റ് ഒപ്റ്റിമൈസേഷനാണ് നിങ്ങളുടെ മെയിൻ ടാസ്ക് വരുന്നത്. ക്ലയൻറ്റുകളുടെ വെബ്സൈറ്റുകളുടെ കൺവേർഷൻ റേറ്റ് കൺട്രോൾ ചെയ്യുക, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോജക്റ്റുകളൊക്കെ മാനേജ് ചെയ്യുക എന്നൊക്കെയാണ്. സോ കൺവേർഷൻ റേറ്റ് എക്സ്പേർട്സ് എന്ന് പറഞ്ഞൊരു കമ്പനി മറ്റുള്ള കമ്പനികളുടെ കൺവേർഷൻ മാനേജ് ചെയ്യുന്നൊരു കമ്പനിയാണ്. അവിടെയാണ് നിങ്ങളുടെ കൺവേർഷൻ റേറ്റ് ഒപ്റ്റിമൈസേഷൻ കൺസൾട്ടൻ്റായിട്ട് ഒരു റിമോട്ട് ജോബ് അവർ ഓഫർ ചെയ്യുന്നത്. കംപ്ലീറ്റ്ലി റിമോട്ട് ടീമാണ്. ഏകദേശം ഒരുപാട് കൺട്രീസിൽ അവരുടെ എംപ്ലോയീസ് ഉണ്ട്. ഏറ്റവും മീഡിയം സാലറി എന്ന് പറഞ്ഞാൽ $75,000, ഏകദേശം 62 ലക്ഷം രൂപയാണ് വാർഷിക ശമ്പളം ഒരു കൺവേർഷൻ റേറ്റ് ഒപ്റ്റിമൈസേഷൻ സ്പെഷ്യലിസ്റ്റിൻ്റെ. അപ്പോൾ 62 ലക്ഷം എന്ന് പറയുമ്പോൾ ഇത് 15, 60, ഒരു 5 ലക്ഷം രൂപയെങ്കിലും മാസം നമുക്ക് ഏറ്റവും മിനിമം ശമ്പളം നമുക്ക് ഏറ്റവും കൺവേർട്ട്. ഇതിന് പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷനൊന്നും ആവശ്യമില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഇത്. പ്രാക്ടിക്കലായിട്ടുള്ള എക്സ്പീരിയൻസാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. നിങ്ങൾ എന്ത് തരത്തിലുള്ള ക്വാളിഫിക്കേഷനുള്ള ആൾക്കാരായാലും അവരുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് അത്രയ്ക്കും ഡീറ്റെയിൽഡ് ആണ്, ടു ദ പോയിൻ്റ് ആണ്. ആ പ്രോസസ്സിലൂടെ അവർക്ക് നിങ്ങളുടെ സ്കിൽ സെറ്റ് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൺവേർഷൻ റേറ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു വെബ്സൈറ്റിൽ 10 പേര് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് എത്ര പേര് സാധനം മേടിക്കുന്നു, അല്ലെങ്കിൽ ഒരു കടയിൽ എത്ര പേര് വന്നു കഴിഞ്ഞാൽ ഒരു കടയിൽ 100 പേര് വന്നു, അതിനകത്ത് എത്ര പേര് സാധനം മേടിച്ച് പോകുന്നു, അതാണ് കൺവേർഷൻ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ 100 പേര് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് എത്ര പേര് ആ വെബ്സൈറ്റിൽ നിന്ന് പ്രോഡക്റ്റ് മേടിക്കുന്നു, അല്ലെങ്കിൽ അവിടെ ലീഡ് തരുന്നു, അല്ലെങ്കിൽ ഒരു കോൺടാക്ട് ഫോമിൽ അവരുടെ ഡീറ്റെയിൽസ് തരുന്നു. ഈ ഒരു പെർസെൻറ്റേജിനാണ് നമ്മൾ കൺവേർഷൻ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങളുടെ പണി. ഈ പണി നിങ്ങൾക്ക് അറിയാമെങ്കിൽ വെബ്സൈറ്റിൻ്റെ യൂസർ ഇൻ്റർഫേസ് നോക്കി അതിൽ മാറ്റങ്ങൾ വരുത്താനും ആ വെബ്സൈറ്റിൻ്റെ ഡിസൈനിലുള്ള ഫ്ലോസ് റെക്കഗ്നൈസ് ചെയ്യാനും ഇതൊരു പക്ക യുണീക്ക് ഒരു ജോബ് ആണ്. നിങ്ങൾ നല്ലൊരു അറ്റൻഷൻ ടു ഡീറ്റെയിൽ ഉള്ള ആളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല കളേഴ്സിൽ നിങ്ങൾക്ക് ഒരുപാട് താല്പര്യമുണ്ടെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെ ഒരു യൂസറിൻ്റെ ജേർണി നല്ലോണം നാവിഗേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഈ ജോലി നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അപ്പം ആപ്ലിക്കേഷൻ പ്രോസസ്സിലൊക്കെ കിടക്കാം. കമ്പനി അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷനിൽ പറയുന്ന പോലെ ഭയങ്കര കൊളാബറേറ്റീവ് ആണ്. അപ്പം ജോബ് റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. യു ആസ്പയർ ടു ക്രിയേറ്റ് വേൾഡ്സ് ബെസ്റ്റ് വെബ്സൈറ്റ്. വെബ്സൈറ്റുകൾ എപ്പോഴും ബെറ്റർ ആക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ മെയിൻ അവരുടെ ലക്ഷ്യം. സോ അവരുടെ വർക്ക് കൾച്ചറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തരാം. ഭയങ്കര കൊളാബറേറ്റീവ് ആണ്. ഹൈലി റിമോട്ട് ആയിട്ടുള്ള ഒരു ടീമാണ് അവരുടെ. ഭയങ്കര മൂന്നാല് റോള് ഇവരുടെ വരുന്നത്. അതായത് CRO കൺസൾട്ടൻറ്റ്, CRO റിസർച്ച്. CRO കൺസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ റിമോട്ട്ലി ആണ്. അതായത് ട്രാക്ക് റെക്കോർഡ് ഉണ്ടാകണം, അത് കൺവേർഷൻ റേറ്റ് ഒപ്റ്റിമൈസേഷനിൽ നല്ല അറിവുണ്ടാകണം. ഇപ്പോൾ ഇൻട്രസ്റ്റ് ആയി കഴിഞ്ഞാൽ ഈ ഫോം ഒന്ന് ഫില്ല് ചെയ്യണം. ഈ ഫോം ഫില്ല് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവർ നിങ്ങൾക്കൊരു ടെസ്റ്റ് അയച്ചു തരും. നിങ്ങളുടെ പ്രൊഫൈൽ മാച്ച് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് അവർ അയച്ചു തരും. ആ ടെസ്റ്റ് അയച്ചു തരുമ്പോഴത്തേക്ക് നമ്മൾ പോകുന്നത് വെച്ചാൽ, അപ്പോൾ ടെസ്റ്റ് എങ്ങനെയാണ് സക്സസ് ആവുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് അവരുടെ ടെസ്റ്റ്. അപ്പം യുവർ ആപ്ലിക്കേഷൻ ടു ജോയിൻ കൺവേർഷൻ റേറ്റ് എക്സ്പേർട്സ്. സോ ഈ ആൻസർ ഒന്നും നിങ്ങൾ അതേപോലെ ഫില്ല് ചെയ്തിരിക്കില്ല. എൻ്റെ പേര്, എൻ്റെ ഇമെയിൽ അഡ്രസ്സ്. ഡു യു പേഴ്സണലി നോ എനിവൺ? നോ, ഐ ഡോണ്ട് നോ എനിവൺ. ഇപ്പം ഇതാണ് ക്വസ്റ്റ്യൻ. ഓൾ ദ റോൾസ് അറ്റ് കൺവേർഷൻ റേറ്റ് എക്സ്പേർട്സ് വാസ് മേക്കിംഗ് സംതിങ് ഓസം. ക്യാൻ യു ഡിസ്ക്രൈബ് ദ മോസ്റ്റ് ഓസം തിങ് യു ഹാവ് മെയ്ഡ് and include few challenges and faced when you overcome them. ഞാൻ എൻ്റെ വെബ്സൈറ്റുകളെ കുറിച്ചൊക്കെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. എൻ്റെ വെബ്സൈറ്റുകൾ എങ്ങനെ ബിൽഡ് ചെയ്തു, ആ വെബ്സൈറ്റ് ലിങ്ക്, പിന്നെ ആ വെബ്സൈറ്റ് പിന്നെ എൻ്റെ വർക്ക് എക്സ്പീരിയൻസ്, കൺവേർഷൻ റേറ്റ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത്, ഓൺലൈൻ സർവീസ്, ആ എക്സ്പീരിയൻസ് എല്ലാം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ലൂം വീഡിയോ ആണ്. നിങ്ങളുടെ ഈ മേലുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ എങ്ങനെ അച്ചീവ് ചെയ്തു, നിങ്ങളുടെ എക്സ്പീരിയൻസ് അതുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഒരു ലൂമിൽ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യണം. ആ വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് ഇവിടെ ഇടണം. അത് മാത്രമല്ല, ഈ വീഡിയോ അറ്റാച്ച്മെൻ്റ് ആയിട്ട് ഈ ഇമെയിൽ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കും. പിന്നുള്ളത് വെച്ചാൽ അവർ ചോദിക്കുന്ന ഒരു തിങ്ക് ഓഫ് എ ടാസ്ക് ദാറ്റ് യു ഡു റെഗുലർലി, മേക്കിംഗ് എ കപ്പ് ഓഫ് കോഫി. ഇത് അറിയാത്ത ഒരാൾ, ഫസ്റ്റ് ടൈം ആയിട്ട് ചെയ്യുന്ന ഒരാൾക്ക് നിങ്ങൾക്ക് ആ കോഫി ഉണ്ടാക്കുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു. സോ അപ്പം ഞാനിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അതിൻ്റെ ആൻസർ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓൺലൈൻ പ്രസൻസ് ആണ്. നിങ്ങൾക്ക് ബ്ലോഗ് ഉണ്ടോ, ട്വിറ്റർ ഉണ്ടോ, സോഷ്യൽ പ്രൊഫൈൽസ് ഉണ്ടോ? ഞാൻ എൻ്റെ മീഡിയവും യൂട്യൂബിൻ്റെ ചാനൽ നെയിം അയച്ചു കൊടുത്തു. എത്ര മണിക്കൂർ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റും? 40 മണിക്കൂർ. ഇനി വേറെ ഏതെങ്കിലും കമ്പനിയുടെ പ്രോജക്റ്റ് നിങ്ങൾ ചെയ്യുന്നുണ്ടോ? അത് ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് തന്നെ എഴുതാം. അതൊന്നും അവർക്ക് വിഷയമില്ല. നിങ്ങൾക്ക് വേറെ കമ്പനിയുടെ പ്രോജക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഈ ജോലി അതിൻ്റെ സബിലിറ്റൻസായിട്ട് ചെയ്യാം.
പിന്നെ ഈ ഡോക്യുമെന്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഷെയർ ആക്സസ് കൊടുത്തിട്ട് എഡിറ്റർ ആക്സസ് കൊടുക്കണം. എഡിറ്റ് ആക്സസ് കൊടുത്തിട്ട് വേണം ഇങ്ങനെ ഷെയർ കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടോ എനിവൺ വിത്ത് എ ലിങ്ക് എഡിറ്റർ ആക്കണം. എന്നിട്ട് ഈ ഡോക്യുമെന്റ് ഷെയർ ചെയ്യണം. അത് മാത്രമല്ല പിന്നെ ഈ ഈ ഈ ഫോമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫയലിലായിട്ട് സബ്മിറ്റ് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോമിലേക്കാണ് പോകുന്നത്. ആ ഫോമിൽ നിങ്ങളുടെ പേര്, നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ അഡ്രസ്സ്, പിന്നെ നിങ്ങളുടെ ഈ ഡോക്യുമെന്റിന്റെ URL, ഷെയർ ചെയ്ത URL കൂടെ പേസ്റ്റ് ചെയ്യണം. എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഈ അസൈൻമെൻ്റ് ഒക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അവർക്ക് നിങ്ങൾക്ക് ഒരു മെയിൽ വരും, നിങ്ങളുടെ അസൈൻമെൻറ്റ് കിട്ടി, നിങ്ങൾ വെയിറ്റ് ചെയ്യുക, റിവ്യൂ വരും. 3-4 ദിവസങ്ങളിൽ നിങ്ങൾക്കൊരു അതിൻ്റെ ഒരു റെസ്പോൺസ് കിട്ടും. പക്ഷേ എപ്പോഴും മനസ്സിലാക്കുക, നമ്മൾ ഏതൊക്കെ അസൈൻമെൻറ്റ് ഏത് കമ്പനിക്ക് തന്നാലും അത് കസ്റ്റമൈസ് ആയിട്ട് ചെയ്യുക. ChatGPT മറ്റു AI ടൂളുകളൊക്കെ നമുക്ക് ആശ്രയിക്കാം. പക്ഷേ അസൈൻമെൻറ്റ് എപ്പോഴും നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് അതിൽ ആൻസർ കൊടുക്കുമ്പോൾ നമ്മളെപ്പോഴും ഒരു ഹ്യൂമൻ ടച്ച് അതിൽ വരുന്നതായിരിക്കും. കാരണം നിങ്ങളുടെ എക്സ്പീരിയൻസും നിങ്ങളുടെ സ്കിൽ സെറ്റും നിങ്ങൾക്ക് നിങ്ങളുടേതായ ഭാഷയിൽ പോർട്രേ ചെയ്യാൻ പറ്റുമെന്നാണ് പലരും എല്ലാ കമ്പനികളും നോക്കുന്നത്. മാത്രമല്ല മിക്ക കമ്പനികളും അവർക്ക് ഈ AI ജനറേറ്റഡ് കണ്ടൻറ്റൊക്കെ ഡിറ്റക്ട് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് ഒക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ ChatGPT വെച്ചിട്ട് ഒരു ഇൻട്രോ എഴുതിയാലും ഒരു ആൻസർ എഴുതിയാലും അത് അവർക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനും പറ്റും. നിങ്ങൾക്ക് ഒരു റെസ്പോൺസും കിട്ടത്തില്ല, നിങ്ങൾ ആ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ പുറത്താകുകയും ചെയ്യും. സോ എപ്പോഴും ഇൻ്റർവ്യൂസ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട അസൈൻമെൻറ്റ്സ്, റിമോട്ട് ജോബ്സിൻ്റെ അസൈൻമെൻറ്റ്സ് വരുമ്പോൾ അത് ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. സ്വന്തമായി തന്നെ ചെയ്യുക, അല്ലാതെ AI ടൂൾസിനെ ഒന്നും ആശ്രയിക്കാതിരിക്കുക. അപ്പോൾ അപ്ലൈ ചെയ്യുക, ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്.